ഹായ് ഫ്രണ്ട്സ്, അമൂലിൻ്റെ വേ പ്രോട്ടീൻ ഉണ്ടല്ല, അമൂലിൻ്റെ പ്രോട്ടീൻ പ്രോഡക്ട്സ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ പ്രോട്ടീൻ പ്രോഡക്ട്സ് അതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അമൂലിൻ്റെ. പിന്നെ ഭയങ്കരമായിട്ട് റിവ്യൂ പറയാനൊന്നും ഞാൻ അങ്ങനെ ആണല്ല. ഞാൻ ഒരു വീഡിയോ ഇപ്പം ചെയ്തിടാമെന്ന് വിചാരിച്ച്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുടെ പലതും ഞാനും ഇതിൻ്റെ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടൊന്നും ആരും അങ്ങനെ എന്തായിട്ടൊന്നും ആ സമയത്തില്ല. ഞാൻ ഒരു 5-6 മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം വാങ്ങിച്ചത് പ്ലെയിനാണ്, റോ ടൈപ്പ് പറഞ്ഞുകൊണ്ട് ഫ്ലേവറൊന്നും ഇല്ലാത്ത, അതിനകത്ത് മധുരമൊന്നുമില്ല. ഇത് ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറാണ്. അമൂലിൻ്റെ വേ പ്രോട്ടീൻ 25 ഗ്രാം പ്രോട്ടീനാണ് പേഴ്സണലി. ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇത് ലാക്ടോസ് ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ് ഒരു ഓൺ പ്രൊഡക്ഷനാണ്. വെളിയിൽ നിന്നും ഒരു സോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലവേ. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ബഡ്ജറ്റാണ്. ഇത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബഡ്ജറ്റ്. ഇതിൻ്റെ ഫ്ലേവർ മധുരം ഇല്ലാത്തത് 2000 രൂപയും ഇത് 2070 രൂപ, 2070 റുപ്പീസ്. 30 ദിവസം കിട്ടും. 30 ദിവസം ഓരോ പാക്കായിട്ടാണ് പറഞ്ഞത്. സിംഗിൾ സാക്ഷേ പാക്കായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇങ്ങനെ ഒരു ബോക്സിലാണ്, ബോട്ടിലൊന്നുമല്ല പറഞ്ഞത്. ഞാൻ ഇത് ഒരുപാട് വട്ടമായി. ഞാൻ ഇതിൻ്റെ ആദ്യം 10 പീസ് ഉണ്ട്. ആ 10 പീസാണ് വാങ്ങിച്ചിരുന്നത്. 10 പീസ് വാങ്ങിച്ച് ആദ്യം എനിക്ക് വയറിന് അത്ര പിടിച്ചില്ല. ചെറിയൊരു ആഹാരമൊക്കെ കഴിക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസിൻ്റെ ഇഷ്യൂക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. നേരത്തെ വാങ്ങിച്ചതിൻ്റെ അതൊരു ഷേക്കറൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും ഉണ്ട്, ഒരു ഫ്രീ ഷേക്കറുണ്ട്, എഴുതിയിട്ടുണ്ട്. ഫ്രീ ഷേക്കറുണ്ട്. ഇത് 30 പീസാണ് പറഞ്ഞത്. ഒരു സാഷേ പാക്കറ്റിൽ 34 ഗ്രാമാണ് ഇതിൻ്റെ അകത്തുള്ള പൗഡറിൻ്റെ കണ്ടൻറ്റ്. ഇതിൽ പ്രോട്ടീൻ വന്നിട്ട് 25 ഗ്രാം, ലാക്ടോസ് ഫ്രീ 5 ഗ്രാം BCA ഉണ്ട്, ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ്. വേറെ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോയി ഇതിൽ വേറെ വലിച്ചു വേറെ സാധനങ്ങളൊന്നുമില്ല. ആ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് വേറെ ഉണ്ട്. അത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റും പിന്നെ ഒരു എൻസൈം, നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാനുള്ള എൻസൈമും. ഇതിലത് പിന്നെ ഷുഗറിൻ്റെ നോൺ കലോറിക് സ്വീറ്റ്നർ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എന്ന് പറഞ്ഞിട്ട് 955 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ, അതിൻ്റെ കൂടെ തന്നെ വാനിലയുടെ ഫ്ലേവറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇതിൽ കലോറിയിൽ അത് കൊടുത്തേക്കുന്നത് 100, ഒരു സർവിങ് 34 ഗ്രാമാണ് ഒരു പാക്കറ്റ് വരുന്നത്. 100 ഗ്രാമിൻ്റെ ബേസിസിലാണ് കലോറി കൊടുത്തേക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചു പോകും. ഇത് ഡെലിവറി എന്ന് പറഞ്ഞ കൊറിയർ വഴിയാണ് പറഞ്ഞത്. ഇവർ ഷേക്കർ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഗോൾഡ് ഫിറ്റിൻ്റെ ഒരു സ്റ്റീൽ ഷേക്കർ ഉണ്ട്. അതല്ലാതെ ഇവരുടെ ഷേക്കർ ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും 2 മാസത്തെ ബാക്കുണ്ട്. 3690 അങ്ങനെ 3700 60 ദിവസം വയ്ക്കും. പക്ഷേ ആ സാധനം അതിൻ്റെ കൂടെ ഷേക്കർ വരില്ല. ഇതിൻ്റെ അകത്ത് ഷേക്കർ വരും. 10 ദിവസത്തെ പാക്കറ്റിൻ്റെ അകത്ത് ഷേക്കർ വരും. എല്ലാം ബോക്സിലാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇങ്ങനത്തെ മാലയായിട്ടായിരിക്കും പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അത് കുറേ മാലയുണ്ട്. എനിക്ക് 30 ദിവസത്തേക്ക് ഇതുപോലെ മാലയായിട്ടായിരിക്കും. നമുക്ക് പോകുമ്പം ഒരു പാക്കറ്റ് മാത്രമേ പൊടിക്കാൻ പോയാൽ മതി. ഷേക്കർ ഇതാണ്. നേരത്തെ വന്നത് ആദ്യം എനിക്ക് കിട്ടിയത് ബ്ലാക്ക് കളർ ഷേക്കറായിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിരുന്നു. ഇത് ഇപ്പോഴത്തെ ഷേക്കർ എനിക്ക് തോന്നുന്നു 700 ml ആണെന്ന് തോന്നുന്നു. ട്രാൻസ്പാരൻറ്റ് ഷേക്കർ, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഷേക്കറാണ് കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റീൽ, അതിൻ്റെ ഒരു മിക്സിംഗ് ബോളുണ്ട്. പിന്നെ ഇതിന് മുമ്പ് കിട്ടിയത് ബ്ലാക്ക് കളർ, പ്യുവർ ബ്ലാക്ക്. അതിൽ അമൂലിന് ഇതുപോലത്തെ അമൂലിനാണ് ബ്രാൻഡിങ് ഉള്ളത്. ഇത് ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ല പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ബ്ലോട്ടിങ് ഇഷ്യൂ, പക്ഷേ ഞാൻ വേറെയൊക്കെ ബ്രാൻഡിൻ്റെ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലോട്ടിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങനെ അത്രത്തോളം പ്രശ്നമൊന്നും വന്നിട്ടില്ല. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഓക്കെ. ഞാൻ ഇത് മെയിനായിട്ട് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ വേവ് യൂസ് ചെയ്യും. പിന്നെ പ്രോഡക്റ്റ് ഫ്രഷ് ഡേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഏപ്രിൽ മാസത്തിൽ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റാണ്. സ്റ്റോക്ക് കിട്ടുന്നത് അമൂലിൻ്റെ ആപ്പ് അല്ലെങ്കിൽ സൈറ്റ് വഴി മാത്രമേ സ്റ്റോക്ക് കിട്ടുള്ളൂ. അല്ലാതെ സ്റ്റോക്ക് കിട്ടില്ല. അതും ഇച്ചിരി പാടാണ്, സ്റ്റോക്ക് എപ്പോഴും കാണില്ല. പിന്നെ ഇത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്
മിക്സബിലിറ്റി ഇച്ചിരി ഒരു മിക്സിയിലിട്ട് നമുക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഷേക്കിലിട്ടൊക്കെ കറക്റ്റ് ഒരു 30-40 സെക്കൻഡൊക്കെ കലക്കിയാൽ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ആയിട്ട് വരുള്ളൂ. മിക്സബിലിറ്റിക്ക് വേണ്ടി വേറെ അഡീഷണൽ സാധനമൊന്നും ഒരു ചേർക്കുന്നില്ല. അപ്പോൾ മിക്സബിലിറ്റി കുഴപ്പമില്ല, മറ്റേതുപോലെയുള്ള പെട്ടെന്ന് മിക്സായി വരുള്ളൂ ഉള്ളൂ. എന്നാലും 30 സെക്കൻഡ് ഉണ്ടെങ്കിലും ഷേക്ക് ചെയ്യണം നന്നായിട്ട്. പിന്നെ വേറൊരു ഇത് ഭയങ്കരമായ മധുരമില്ല, ചോക്ലേറ്റിന് ഒരുപാട് ഫ്ലേവറില്ല, മൈൽഡ് ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഒരു നല്ല പ്രോഡക്റ്റാണ് ഇത്. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കണമെന്നല്ല, പക്ഷേ ബാക്കിയുള്ള ബ്രാൻഡൊക്കെ എങ്ങനെയാണെങ്കിലും 2600, 2500, 3000 രൂപ റേഞ്ച് വരുമ്പോൾ ഇവർ 2070 രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. ഇത് ഷേക്കർ അത്രയും ഒരു നല്ല ക്വാളിറ്റിയുള്ള ഷേക്കർ വാങ്ങി എങ്ങനെയാണെങ്കിലും 200 രൂപയ്ക്ക് മേളിൽ ഒരു മാന്യമായുള്ളൊരു നല്ല ഷേക്കർ ഒരു 300 രൂപ റേഞ്ച് ഏറ്റവും കുറഞ്ഞ വരും. ഈ സാധനം ഒരു 300 കൊടുത്ത് വാങ്ങിച്ചാലും നഷ്ടമൊന്നുമില്ല, നല്ല ഷേക്കറാണ്. ഓക്കെ, താങ്ക് യു.